എൻ്റെ സ്നേഹം നിറഞ്ഞ രാമകൃഷ്ണൻ മാമൻ്റെ അമ്മേൻ്റെ നേരെ ഉള്ളത് 6 വയസ്സിനുള്ളതിലുള്ള അമ്മാവൻ്റെ വീടാണ്. കണ്ണൂർ ജില്ലയിലെ ചീമേനി ഭാഗത്ത് ഒയോളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ അമ്മ ഫെബ്രുവരി 14, 2024 ഫെബ്രുവരി 14 പോയതിന് ശേഷം ഒരു സെൻറ്റി വർക്കൗട്ട് ചെയ്യുന്നതെന്നല്ല, കുടിപ്പറപ്പായിട്ട് അന്ന് അമ്മ ഉണ്ടാവുമ്പവും ഒത്തുചേർന്നതാണ്. അമ്മ എപ്പോഴും സംസാരിക്കുന്ന സമയത്ത് പറയലുണ്ട്, എൻ്റെ മോള് അമ്മാവൻ്റെ അടുത്തേക്ക് പോകണം, അത് നല്ല രീതിയിലുള്ള ബന്ധം കീപ്പ് ചെയ്യണം. എൻ്റെ അമ്മാവൻ്റെ വീടാണ്. അങ്ങനെ വലിയ വീടൊന്നുമല്ല. അമ്മാവൻ എച്ച്.എ.ൽ 48 കൊല്ലം വർക്ക് ചെയ്തതിന് ശേഷം 2009 മെയ്യിലാണ് ഇവിടെ താമസം തുടങ്ങിയത്. ഒരു എന്താ പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വസ്ഥമായി ഇവിടെ ഈ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ്. ഇത് നല്ല അമ്മാവനും അമ്മായിയാണ് ഇപ്പോഴുള്ളത്. 3 പെൺമക്കളാണ്. അവരെല്ലാം നല്ല നിലയിൽ നിൽക്കുന്നത്. അവരെപ്പോഴും ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ വരും. ഇന്നലെ വന്ന് മംഗലാപുരത്തേക്ക് പോയതേ ഉള്ളൂ. അതല്ല വിഷയം. ഈ വീടിനെ പറ്റി ഒരു ഇത് നല്ല വൃത്തിയും നല്ല ശാന്തസുന്ദരമായ ഒരു സ്ഥലം. എല്ലാം പ്രകൃതി ഭംഗി ഭയങ്കര ആസ്വദിക്കുന്ന സ്ഥലമാണ്. ഇതൊരു സന്തോഷത്തിൻ്റെ ഇതാണ്. എല്ലാ ഭാഗവും അതിൻ്റേതായ രീതിയിൽ പ്ലാനിങ്ങോടുകൂടി, എത്രയോ പഴക്കം ചെന്ന വീടാണ്. 2009 പറയുമ്പോൾ 15 കൊല്ലത്തിനപ്പുറം ഒരു ഒതുങ്ങിയ വീട് പ്രസൻറ്റ് സ്ഥലത്ത് എടുത്തതാണ്. അമ്മായിയിലെ ഒരു കല അടങ്ങിയിട്ടുണ്ടെന്ന് ഇല്ലത് ഈ വീട് കണ്ടാൽ ശരിക്കും മനസ്സിലാവും. വയ്യാതുണ്ട്. 70 വയസ്സ് പ്രായമുള്ള അമ്മായി, 80 വയസ്സുള്ള അമ്മാവനാണ്. എന്നാലും ഓരോ മുക്കിലും മൂലയും എൻ്റെ അമ്മാവൻ രാവിലെ എഴുന്നേറ്റ് എല്ലാ ദിനചര്യകളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ 10:30 വരെ ഇവിടെ ഇരുന്ന് പത്രം വായിക്കും. മണ്ണിനിടയ്ക്ക് ഒരു ട്രീറ്റ്മെൻറ്റെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് വീക്കാണ് ആള്. അതുകൊണ്ട് ഇവിടെ അധികം നടക്കാൻ പോകുന്നു. ഇല്ല, നിങ്ങളെയൊന്നും പിടിക്കൂല. പിന്നെ വേറെ മറ്റേതില്ല, പരപ്പില്ലേ. ഞാൻ അമ്മനാ പറയും, ഓൻ നമ്മൾ കണ്ടിട്ടേ ഇങ്ങനത്തെ കാണുമ്പോ മാട്ടം തറ കാണുമ്പോ. പിന്നെ ഇത് കണ്ടില്ല, ഇതാണ് നാളെ ഫോണിൽ പോരാ. നല്ല എഞ്ചിനീയറെ കൊണ്ട് സരസ്വതി പിന്നെ മലയാളികളിലും അവരെ ഇത് കൊണ്ട് പറഞ്ഞേക്കും. മറ്റൊരിക്കൊന്നും അങ്ങനെ കിട്ടാൻ അതിലെല്ലാം ഉണ്ടായിട്ട് ഇങ്ങനെ ചെയ്യും. ഇപ്പൊ കള്ളുണ്ടി കൊണ്ട് ഇങ്ങനെ അതിലെല്ലാം പഠിച്ചു നല്ല ലെവലിൽ ജീവിച്ചവരല്ല. നമ്മളെ തറവാടിന് വലിയ ബന്ധം എല്ലാ ബന്ധം പറഞ്ഞു കൊടുക്ക്. അമ്മേനെ അറിയാം. അല്ല അമ്മേനെ അറിയില്ലേ? അതെ അതെ. അല്ല
പോലീസില് സർവീസ് അമ്മാവൻ്റെ ആയുർവേദത്തിൽ നിന്ന് റിട്ടയർഡ് ആയി ഞാൻ ഇടയ്ക്ക് വരലുണ്ട്. അന്നേരം ഒന്ന് അമ്മാനെ കാണാൻ സുഖമില്ലാതല്ലേ അതുകൊണ്ട് ഇങ്ങോട്ട് വന്നു. ഇന്നലെ വന്നിട്ട് നമുക്കൊരു സന്തോഷമായി. വീട്ടിലാരും അങ്ങനെ മക്കളെ രണ്ടെണ്ണം കല്യാണം കഴിഞ്ഞു. തീരുമാനമാവും. ചേച്ചിയുടെ കണ്ണിന് ഇത് ചെയ്തില്ലേ ലേസർ? അന്നേരം പിന്നെ അത് കഴിഞ്ഞിട്ട് ആയിന് വരും. ആയിന് വരും. വരുന്നുണ്ടെ ഞാൻ പറയും. പോയിട്ട് ചായ കുടിക്കാൻ. ചായ കുടിക്കായിരുന്നു. കുടിക്കുന്നില്ല, കുടിക്കണ്ട. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇപ്പൊ എല്ലാരും അങ്ങനെ. ഞാൻ ഇന്നലോട് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞു. ഓൾ എന്നെ വിളിച്ചിരുന്നു. ആയിക്കോട്ടെ. ആ പറയാം. ഞാൻ ഇന്ന് രാത്രി തന്നെ പറയാം. ഉണ്ടാവില്ല, പ്രശ്നമില്ല. പിന്നെ നിങ്ങൾ ഇതുപോലെ ചെയ്യും. വെരി ബ്യൂട്ടിഫുള്ളായിട്ട് വെക്കാനുള്ള ഒരു മനസ്സ്. അമ്മയിൽ നിന്ന് കുറേ പഠിക്കാനുണ്ട്. എത്ര മൈന്യൂട്ട് കാര്യങ്ങൾ മൈൻഡിൽ സൂക്ഷിച്ചു വെക്കും, അത് പ്രാവർത്തികമാക്കാനും എൻ്റെ അമ്മയിൽ നിന്ന്. അമ്മായി പറഞ്ഞാൽ പ്രായം കൂടും തോറും ഏത് അമ്മാവിനേക്കാളും പ്രായമുള്ളവരിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളതാണ്. വെരി ബ്യൂട്ടിഫുൾ. ഒരു മോട്ടിവേറ്ററാണ്. വെരി ക്ലീനാണ്. പ്രവൃത്തി. കാരണം അമ്മായി കർമ്മം ചെയ്ത് നന്നായി പുസ്തകം വായിക്കും. ഹൃദയത്തിൽ തട്ടിയിട്ട് തന്നെയാണ് സ്നേഹിക്കുന്നത്. വെറുതെ ഇല്ല ബന്ധം. ഒരുപാട് നന്മകൾ ഒത്തുചേർന്ന എല്ലാ സസൂക്ഷ്മം ഓരോ അണുവിലും അമ്മായിൻ്റെ ഒറ്റ കഴിവാണ് ഈ വീടിൻ്റെ. ഡോണ്ട് ടോക്ക് അമ്മായിയോട്. ഇത് ഞാൻ അമ്മായിനാണ് പഠിക്കാൻ. എൻ്റെ അമ്മാവനും അമ്മായിനും പിന്നീട് കാണിക്കും. നന്നായി വീട് കീപ്പ് ചെയ്യാനുള്ള ആദിത്യ മര്യാദ അത് എപ്പോഴും ഒരു ഇത് ഞാനെല്ലാം ഇപ്പോഴും അനുകരിക്കാൻ പ്രായം എനിക്ക് ഇത്രയോളം ആയാലും ഒരുപാട് എനിക്ക് അനുഭവങ്ങൾ ഇവിടെ തരുന്നു. എൻ്റെ ഒരു നല്ല ഭാഗം ബാക്കി വെച്ചിട്ട് തന്നെയാണ് എൻ്റെ അമ്മ പോയത്. സങ്കടമുണ്ട് പറയാൻ. പക്ഷേ അമ്മ നല്ല സമയത്ത് പോയി. പക്ഷെ എനിക്ക് ഒരാളെ ആക്കി തന്നിട്ട് തന്നെ പോയത്. എൻ്റെ അമ്മാവന് ഇല്ലെങ്കിലും എനിക്ക് ഇവിടെ വരാം. അതിൻ്റെ ഒരു സ്ഥാനം എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ അമ്മായിന്ന് വിളിച്ചാലും അമ്മേൻ്റെ സ്ഥാനം തന്നെയാണ്. എങ്ങനെ ഒരു വീട് പരിപാലിക്കണമെന്നും കർമ്മം ചെയ്തിട്ട് തന്നെയാണ് അമ്മായി 70ാമത്തെ വയസ്സിൽ നീറ്റായി സൂക്ഷിക്കുന്നത്. നല്ലൊരു പ്ലസൻറ്റ് മൂഡാണ്. എങ്ങനെ പറയാമെന്നുള്ളത് വെരി നീറ്റായിട്ട് അങ്ങനെ വെക്കാം. ഓരോ ചെറിയ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കാതെ വീടിനെ സ്നേഹിക്കുന്നതും കലയെ സ്നേഹിക്കുന്നവരും ഇവിടെ വരണം. വീട് വലിയൊരു കൊട്ടാരം പോലത്തെ വീടോ അതൊന്നുമല്ല. പക്ഷെ ഉള്ളതിനെ നീറ്റായിട്ട് സൂക്ഷിക്കാനുള്ള ആ മനസ്സ് അത് ഒറ്റക്കാണ്. ക്ലീൻ ചെയ്യാൻ എപ്പോഴും വരാറുണ്ട് ആൾ. എന്നാലും അത് ഇതുപോലെ വെക്കാനുള്ള ഒരു മൈൻഡ്. അമ്മമ്മ ഒന്ന് അടുക്കളയിൽ വേറെ ലൈറ്റ് ഉണ്ടെന്ന് ഇട്ടുതരുമോ അമ്മായി? അതെ, ഈ അടുക്കളയിൽ ഇനിയും പ്രകാശം ഉണ്ടെങ്കിൽ ഞാൻ അമ്മാവനോട് അമ്മായിയോട് പറയാതെ വീഡിയോ എടുക്കുന്നു. അപ്പോൾ ഒരു ബ്രൈറ്റ്നെസ് ഇല്ലില്ല, അതിട്. വെരി നീറ്റാണ്. നന്നായിട്ട് നല്ല വ്യൂ ആണ്. അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ സൂര്യപ്രകാശം ഭയങ്കര ഒരിതാണ്. ഓക്കെ സൂര്യപ്രകാശം. ഇത്രയും പഴകിയ വീടിനെ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു അനുഭവമാണ്. ഇതൊന്നും ഞാൻ അമ്മാവനും അറിയാണ്ട വീഡിയോ എടുക്കുന്നു. ഇതാണ്. ഇനിയും ഒരുപാട് പഠിക്കണം. അപ്പോൾ ഫ്രിഡ്ജെല്ലാം വെരി നീറ്റായിട്ടാണ് സൂക്ഷിച്ചത്. ഒരു കാര്യങ്ങൾ എനിക്കൊരു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോട്ടിവേഷൻ തന്നെയാണ്
അമ്മായി നല്ല ഹൈറ്റ് ഉണ്ട്, ഞാൻ ഹൈറ്റ് കുറഞ്ഞതുകൊണ്ട് എൻ്റെ ഒരു ഇതിലൊന്നും അത്ര വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഒരുപാട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് റോൾ മോഡൽ അമ്മായി തന്നെ. അമ്മായി എൻ്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലവബിൾ പേഴ്സൺ. പക്ഷേ അമ്മയിൽ നിന്ന് എനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും പഠിക്കാനായിട്ടില്ല. ഒരു മൾട്ടി ടാസ്ക്കാണ് ഒരു സ്ത്രീ എന്ന ഇതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് അമ്മ. ഒരു ഹൗസ് വൈഫായി ജീവിതം കൊണ്ടുവന്ന് ചെറിയ പ്രായത്തിൽ ഇല്ല അമ്മാവനും അമ്മായിനും ഇപ്പോൾ എടുക്കുന്നില്ല. ലാസ്റ്റ് നല്ല ഇതായിട്ട് അമ്മമ്മ ഒന്ന് ഈ ഡൈനിങ് ടേബിളിൽ ഞാനിട്ടു. വെരി നീറ്റാണ്. നല്ലൊരു സ്മെല്ലാണ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ. ഒരു മോശം സ്മെല്ലോ ഒന്നുമില്ല. അതെപ്പോഴും കീപ്പ് ചെയ്യാനുള്ള ഇപ്പോൾ കുറേ നാളുകളായി, ഏകദേശം ഒരു മാസത്തോളം തന്നെയായി ഇവിടെ ജോലിക്കാർ തൂത്തുവാരം വരാത്തത്. ഓരോ ഫോട്ടോ അത് അമ്മയെ അറിഞ്ഞ് പെരുമാറുന്ന 3 പെൺമക്കൾ എന്താണ് വാല്യൂ കൊടുക്കുന്നത് അതിനത് ഓരോ ചെറുതിനും ശരിക്ക് മൂല്യം കൊടുത്തുകൊണ്ട്. ഇതെൻ്റെ ഒന്ന് വലത്തെ സൈഡിൽ എൻ്റെ അമ്മമ്മ, മറ്റേ അമ്മായിയുടെ അമ്മ, അമ്മായിയുടെ അച്ഛൻ, എല്ലാവരും നല്ലൊരു മോളായിട്ട്. കാരണം ഒരുപാട് അമ്മായിയുടെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിഞ്ഞ് നല്ലോണം വിഷമിച്ച സമയങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അമ്മായി ഇപ്പം വിളിച്ചു പറയാനൊന്നുമില്ല. അമ്മായിൻ്റെ നല്ല നിലയിലായി. അതിനെക്കൊണ്ട് എത്രയും അമ്മായി നല്ല സുഖത്തിൽ തന്നെ ജീവിക്കുന്നു. പക്ഷെ അതിനെക്കൊണ്ട് അഹങ്കരിക്കുന്നൊന്നുമില്ല. വന്ന വഴി മറക്കാതെ തന്നെ നല്ലൊരു അച്ഛൻ്റെ അമ്മേൻ്റെ മോളായിട്ട് നല്ലൊരിത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത സുഹൃത്തുക്കളെ എല്ലാം പരിചയപ്പെടുത്തണം എന്നില്ല, ഭയങ്കര സന്തോഷമില്ല ഇതാണ്. അതൊക്കെ ഇത്ര നീറ്റാണെന്ന് അമ്മമ്മൻ്റെ റൂമിൽ ലൈറ്റ് ഇടാം. ഇത് ലോങ് വീഡിയോ ആയിട്ട് എടുക്കുന്നത് ഞാൻ കട്ട് ചെയ്യുമോ അമ്മവ? ഒരു എല്ലാം എന്നിട്ട് അമ്മാവന് വേണ്ട ഇത് ഓഫ് ചെയ്തോ, അത് ഓഫ് ചെയ്തോ. ഇതാ നോക്ക്, ഇതെല്ലാം ഒരു പ്ലസൻറ്റ് മൂഡാണ്. എന്താ പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്നും പറഞ്ഞാൽ മനസ്സിലാകും. ഇതെല്ലാം അമ്മായിൻ്റെ ഒറ്റ ഒരാഗ്രഹങ്ങളാണ്. ഇതാ പഴയതെല്ലാം എല്ലാം ഒന്നും മനസ്സിൽ കൊള്ളാണ്ട് അല്ല, ഓരോന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വം. കാരണം കഴമ്പില്ലാതെ വെള്ളത്തിൽ വരച്ച പോലെ ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല. ഓരോ പ്രവൃത്തിക്കും നല്ലൊരു മൂല്യം കൊടുക്കുന്ന അമ്മായി ഒരു സ്ത്രീ. ഒരുപാട് ഹാർഡ് വർക്കാണ് ആള്. പക്ഷേ അവരവരെ ശരീരവും നന്നായിട്ട് നോക്കും. ഇതെൻ്റെ അമ്മായിൻ്റെ പ്രിയപ്പെട്ട പൂജാ റൂം. എപ്പോഴാണോ ഫ്രീ ആവുന്ന കുളിച്ച് ഫ്രഷായി വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മെയിൻ സെൻട്രൽ ഹാളിൽ തന്നെ ഒരു വിളക്ക് കത്തിക്കുന്ന സന്ധ്യാസമയത്ത് വിളക്ക് കത്തിക്കുന്ന നമ്മളെ ഹിന്ദുമത ആചാരപ്രകാരം വിളക്ക് കത്തിക്കുന്നുണ്ട്. പക്ഷെ അമ്മായിൻ്റെ പൂജാ റൂം ഇതാണ്, ഒരു പ്രാർത്ഥന. നല്ലൊരു പ്രകൃതി ഇതായ നല്ലൊരു സ്ഥലമാണ്. എങ്ങനെയാണിത് ബെഡൊക്കെ നീറ്റായി വെക്കുന്നത്, എപ്പോഴും നീറ്റാണ്. ഇതിന് വേണ്ടി വെച്ചതോ ഒന്നുമല്ല. ഇതൊന്നും ഞാൻ അറിയാതെ, ഞാൻ ഇവരോടൊന്നും പറയാതെ സമ്മതമില്ലാതെ വീഡിയോ പിടിക്കുന്നു. അല്ലെങ്കിൽ അതിൻ്റെ അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്യും. ഒന്നും വേണ്ട ഇവിടെ, അറേഞ്ച്മെൻ്റ് ഒന്നും വേണ്ട. ശരിക്കും എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയാം. എനിക്ക് മാത്രമില്ല, എൻ്റെ മക്കളിലേക്ക് പകരണമെന്നൊന്നുമില്ല. അല്ല, ഇപ്പോഴത്തെ പിള്ളേരൊന്നും ഉപദേശം കഴിക്കൂല. എനിക്ക് 2 ആൺമക്കളാണ്, അവരെ സ്റ്റൈലിലങ്ങ് ജീവിക്കട്ടെ. പക്ഷേ എനിക്ക് ആസ്വദിക്കാല. എനിക്കിവിടെ വരുന്നത് ഒരു പോസിറ്റീവ് വൈബാണ്. ഇവിടെ ഒരു വിസിറ്റർ വന്നു, അമ്മായിയുടെ റിലേറ്റീവ്. അത് അമ്മാവന് അസുഖമായിട്ട് വന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ പറയാം, അമ്മാവൻ്റെ അസുഖമല്ല എൻ്റെ മെയിൻ. എനിക്ക് ഇവിടെ വരാൻ ഒരു കാരണം കണ്ടെത്തുന്നു. എനിക്ക് അമ്മാവൻ്റെ വിചാരം വന്നു, അല്ലാതെ. പക്ഷെ എനിക്ക് ഈ വീട്ടിലേക്ക് വരാനുള്ള ഒരു മൂഡാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അത്രക്ക്
ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തുക്കളെല്ലാം വീട് കാണിച്ചു കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഒരിതാണ്. നല്ല ഓരോ ഇതും സൂം ചെയ്ത് നോക്കിയാൽ അറിയാം അവിടെ അതിൻ്റേതൊരു ഇത് ഭംഗി. എന്ന് പറഞ്ഞു നമ്മൾ അത് ഇങ്ങനെ കയറി ഇറങ്ങി ഒരു വീട് കാണാൻ പാടില്ല. പിന്നെ അത്രക്ക് അമ്മാവൻ്റെ ലൈറ്റ് ഓഫ് ആക്കിക്കോ. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറാവും. അമ്മായി ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട്. അല്ലല്ല വേണ്ട അത് TV വന്നിട്ട് ഒന്ന് ലൈറ്റ് ഇട്ടാന്ന് അല്ലേ ബാക്കി ഭയങ്കര ഫ്രഷ്. ആയിക്കോട്ടെ അമ്മ ഈ വീഡിയോ കംപ്ലീറ്റ് ആവാനേ ഞാൻ പിന്നെ എഡിറ്റ് ചെയ്തിട്ട് ഇടാം. പിന്നെ അമ്മാവനെ എനിക്ക് ഒന്ന് പിടിക്കണം. ഇപ്പം അമ്മാവനും ഇല്ല എൻ്റെ കയ്യിൽ. പേര് ചെറിയ 2009 വീടാണ് അത്. ആ ഒരു പുതിയ പ്ലാനിങ്ങിലൊന്നും ഇല്ലതല്ല, പക്ഷെ അതിന് മാക്സിമം എന്തൊരു സ്മെല്ല്, നല്ലൊരു സ്മെല്ലോട് കൂടിയാണ് ബാത്റൂമിൽ. അപ്പോൾ തന്നെ നമുക്ക് കുളിക്കാനും എനിക്കൊരു അമ്മായി തന്നെ അമ്മായിയുടെ ജീവിതം മറ്റുള്ളവർക്ക് പകർന്നിട്ട് കാണിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിത്വം. വേറെ ഒന്നും പറയണ്ട. എനിക്ക് എന്താണോ ഞാൻ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തും. എൻ്റെ മറ്റുള്ളവരുടെ സന്തോഷത്തിന് മൂല്യം കൊടുക്കുന്ന ഒരു വ്യക്തിത്വം. ഞാനിവിടെ വന്ന ഒരു ചെറിയ മോളെപ്പോലെ, അത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ അനുഭവിക്കുന്നത്. നമ്മളെ മൈൻഡ് കണ്ടുപിടിക്കുന്ന മെഷീൻ ഉണ്ടെങ്കിൽ അത് ഇപ്പോഴത്തെ ഇത് അമ്മാവനും മാത്രമുള്ള അമ്മായിക്ക് മാത്രമുള്ള TV ആണ്. മറ്റ് രാഷ്ട്രീയവും മറ്റോതെല്ലാം കാണാൻ അമ്മാവന് ഭയങ്കര ഇഷ്ടമാണ്. അത് അവിടെ പോകും. നോക്ക് ഓരോന്ന് എല്ലാ പഴയതെല്ലാം അമ്മാവൻ്റെയും അമ്മായിയുടെയും കുടുംബക്കാരെടുത്ത ഫോട്ടോ. എല്ലാം ബ്യൂട്ടിഫുൾ. എന്ന് പറയേണ്ട അതിലെന്നാണ്. എനിക്ക് വലിയ ഒരു കൊട്ടാരം പോലത്തെ വീട് എടുത്താലോ ഒന്നുമല്ല. എന്താണ് സന്തോഷം. ഓരോ മുക്കിലും മൂലയിലും എല്ലാവരും ഹാപ്പി മൂഡാണ്. നമ്മൾ ഏത് റൂമിൽ കിടന്നാലും അമ്മായിയുടെ മാത്രം സ്വകാര്യത സൂക്ഷിക്കുന്നു. എൻ്റെ അമ്മാവന് മോള് വാങ്ങിക്കൊടുത്താന്ന്. രേഖ മോളാന്ന്, അടുക്കത്തെ മോളാന്ന് തോന്നുന്നു, ആരാന്നറിയില്ല. പക്ഷെ അമ്മാവനിരുന്ന് എന്താ ചെയ്യേണ്ടത്. നല്ല രസമാണ് ഇതിലിരുന്നിട്ട്. ഇതൊരു പോസിറ്റീവ് വൈബാണ്, നല്ലൊരിതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇന്ന് ഞാൻ വരുന്നത് പറഞ്ഞാൽ ശരിക്ക് അമ്മാവൻ്റെ ഒരു ഇതൊന്നും നോക്കിയിട്ടല്ല, എൻ്റെ സ്വാർത്ഥം, എൻ്റെ ഒരു ഹാപ്പിനെസ് തേടി വന്നതാണ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എനിക്ക് എവിടെയും പോകണ്ട, ഈ ഭൂമിയിലെ ദൂരത്ത് നിന്ന്. അമ്മാവൻ പിന്നെ ന്യൂസിന് ചാരി ഇരുന്നിട്ട് മക്കൾ ചെയ്തു കൊടുത്തു. ഇത്രയും ബ്യൂട്ടിഫുള്ളാണ്, നല്ല ഹാപ്പി ആയിട്ട്. ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അമ്മ ഒരു ഷർട്ട് ഇട്ടെ.